ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, പുറത്ത് ജോലിക്ക് പോകാൻ പറ്റാത്ത കുറേ വീട്ടമ്മമാരുണ്ട് കേട്ടോ എന്നെപ്പോലെ. ചിലപ്പോൾ നമ്മുടെ സാഹചര്യം കൊണ്ടായിരിക്കും കേട്ടോ പോകാനൊന്നും പറ്റാത്തത്. അപ്പോൾ അവർക്കൊക്കെ നല്ല ഉപകാരമുള്ളൊരു വീഡിയോ കൂടിയിട്ടാണ് കേട്ടോ ഇത്. സൂചിയും നൂലും വെച്ചിട്ട് വെറുതെ കൈത്തുന്നൽ തുന്നാൻ അറിയാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്ത് ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. ജോലിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മുടേതായ കുറേ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ സമയത്ത് നമ്മൾ എപ്പോഴും വീട്ടിലുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവർ നമുക്കൊന്നും തരാതെയല്ല കേട്ടോ, എന്നാലും എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. വലുതല്ലെങ്കിലും ചെറിയ ഒരു വരുമാനം എല്ലാവർക്കും വേണം തന്നെയാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമുക്കൊരു കുഞ്ഞ് വരുമാനം ഉണ്ടെങ്കിൽ നമ്മുടെ വീടിനുള്ളിൽ അതിനുള്ളൊരു വില നമുക്ക് വേറെ തന്നെയാണ് കേട്ടോ. ഈ ഒരു വർക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ആകെ വേണ്ടത് ഒരു നീഡിലും അതുപോലെ തന്നെ ഷുഗർ ബീഡ്സും അതുപോലെ തന്നെ എംബ്രോയ്ഡറി ത്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. മെറ്റീരിയൽ ഞാൻ ചെറിയൊരു ഫ്രെയിമിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അതിൽ ഞാൻ ചെറിയൊരു പടം കൂടി വരച്ചെടുത്തിട്ടുണ്ട്. പടം വരയ്ക്കാൻ അറിയില്ല എന്ന് വെച്ചിട്ട് ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ. നമുക്ക് അറിയണ രീതിയിൽ വരച്ചെടുക്കാം. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റണത് കാർബൺ പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്യാം കേട്ടോ. നമ്മൾ വരച്ചിട്ടുള്ള ഈ പടത്തിൻ്റെ തണ്ട് വരുന്നുണ്ടല്ലോ നടുക്കിൽ, അതിലാണ് കേട്ടോ ഞാൻ ആദ്യം ഷുഗർ ബീഡ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ കോർത്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കോർത്തിട്ടുള്ളതിൽ ഒരു 2-3 വട്ടം ഉള്ളിൽ കൂടെ കോർത്ത് ടൈറ്റാക്കി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് മറ്റുള്ള വർക്കുകൾ പോലെയല്ല, ഇതല്ലെങ്കിൽ ലൂസാവാനുള്ള ഒരു നല്ലൊരു സാധ്യത തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് കാരണം ആ ഫസ്റ്റത്തെ അങ്ങോട്ട് കുറക്കുമ്പോൾ അങ്ങനെ കുറത്ത് കഴിഞ്ഞതിന് ശേഷം അടിയിൽ പോയി ഒന്ന് ടൈറ്റ് തുണിയുമ്പോൾ കൂടെ കെട്ടിട്ട് കൊടുത്തിട്ട് പിന്നെയുള്ളത് അങ്ങോട്ട് തുന്നി വരാം കേട്ടോ. ഷുഗർ ബീഡ് നമ്മുടെ നീഡിലിൽ കോർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ച് വരുന്നത് ബാക്കിലേക്കാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇത് ഇത്തിരി ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ വർക്കിൻ്റെ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ തന്നെ നമുക്കൊരു മാസത്തിൽ അത്യാവശ്യം ചെറിയൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. വീട്ടിലിരുന്ന് ചെയ്യുന്ന ഒരു ജോലിയും കൂടി ആയത് കാരണം ഇതിന് ഒരുപാട് ഐറ്റംസ് നമ്മൾ പൈസ മുടക്കി ഇറക്കേണ്ടതില്ല കേട്ടോ. നമ്മൾ ഒരേ വർക്ക് കഴിയുന്നതിനനുസരിച്ചിട്ട് ഓരോന്ന് വാങ്ങിച്ച് വരുമ്പോൾ അത്യാവശ്യം ഐറ്റംസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. നമ്മുടെ വീട്ടിലത്തെ ജോലികളും പിന്നെ തിരക്കുകളും എല്ലാം ഒഴിഞ്ഞിട്ടിരിക്കുന്ന കുറച്ച് സമയം മതിയിട്ട് അതുപോലെയുള്ള വർക്കുകൾ ചെയ്യാനായിട്ട്. ബീഡ് തുന്നി കഴിഞ്ഞിട്ടേ അവസാനിക്കണ സൈഡിൽ നമ്മളത് ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് തുണിയിലും നൂലിലും കൂടിയിട്ട് ഇങ്ങനെ ആക്കി കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഇനി ചെറിയ ചെറിയ തണ്ടുകൾ വരുന്നതും നമുക്കതുപോലെ തന്നെ ബീഡ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ബിസിനസ് നമുക്ക് തുടങ്ങണേക്കാൾ മുമ്പായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചെറിയ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ടോപ്പുകളും ഒക്കെ നമ്മൾ തയ്ച്ചിടാം കേട്ടോ. അപ്പോൾ അത് കാണുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് ആയാലും എല്ലാവരും ഇതെവിടെ ചെയ്തതെന്നും ഒക്കെ നമ്മുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ നമ്മളാണ് ചെയ്തതെന്ന് പറയുമ്പോഴാണ് കേട്ടോ നമുക്ക് വർക്കുകൾ കിട്ടാൻ തുടങ്ങുക. ഷുഗർ ബീഡ് വെച്ചിട്ട് തുന്നാനുണ്ടായിരുന്നത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളവിടെ ലീഫിൻ്റെ അവിടെ ഞാൻ ഇതുപോലെയുള്ള ഒരു ത്രെഡ് വെച്ചിട്ട് ചെറിയ ലീഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. ഇത് നല്ല എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ലീഫിൻ്റെ തെറ്റത്ത് നിന്നിട്ട് ഉള്ളിലേക്കാണ് കേട്ടോ ആദ്യത്തെ സ്റ്റിച്ച് വരുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് എടുക്കുന്ന സ്റ്റിച്ച് തൊട്ട് താഴെയായിട്ട് അതിൻ്റെ താഴ്വശത്തേക്ക് കുത്തിയിറക്കാം കേട്ടോ. അതുപോലെ പിന്നെ ആ സൈഡിലല്ല കേട്ടോ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് അടുത്തത് എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മൊത്തം അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴാണ് കേട്ടോ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടുന്നത്. ഏതൊരു ഡിസൈൻ ചെയ്താലും അതിൻ്റെ ഇടയിൽ ചെറിയൊരു ലീഫ് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. എനിക്കിതുപോലെയുള്ള ലീഫ് ചെയ്തെടുക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് തുന്നാനും പറ്റുന്നത്. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു സൂചി നൂലെടുത്തിട്ട് തുന്നാവുന്ന കാര്യങ്ങളുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചെറുതായിട്ട് നമുക്ക് നമ്മുടേതായ ഐഡിയയ്ക്ക് മാറ്റിയാൽ മതി. അപ്പോൾ അതിനൊരു വേറൊരു ഡിസൈനായിട്ട് അത് കിട്ടും ചെയ്യും കേട്ടോ. വീട്ടിലത്തെ ജോലികൾ കഴിഞ്ഞിട്ട് എവിടെയാണ് ടൈം കിട്ടുക ഇതിനൊക്കെയെന്ന് ചിന്തിക്കുന്നവരുണ്ടാവില്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അധികം സമയം കിട്ടിയിട്ടൊന്നുമല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ടൈമെങ്കിലും നമ്മൾ ഇത്തിരി നേരം നമ്മൾ വെറുതെ ഇരിക്കാതെ ഇരിക്കുന്നില്ലല്ലോ. അപ്പോൾ ആ സമയം മതിയിട്ടോ നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട്. നമ്മളെടുത്തിട്ടുള്ള ഈ നീല കളറിൻ്റെ കൂടെ ഈ 2 കളറും നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെടുത്ത മെറ്റീരിയലിൻ്റെ കളറിന് ഏത് കളറാണ് മാച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കളർ വെച്ചിട്ട് വർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും.
ലീഫ് ചെയ്യാനായിട്ട് ഞാനിവിടെ 6 ലെയറായിട്ടാണ് കേട്ടോ ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ എന്നിട്ട് നമ്മുടെ നീഡിലിട്ട് മടക്കി വരുമ്പോൾ 12 എണ്ണം ആയിട്ടുണ്ടാവും കേട്ടോ. അതിന് ശേഷം ഇതുപോലെ ഒന്ന് വലിച്ചിട്ട് ഒന്ന് ചുരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ ഒത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് വലിച്ച് കൊടുത്തിട്ട് നമ്മളതിലൊന്ന് തിരിച്ചാൽ മതി കേട്ടോ. ഏതൊരു ജോലി ചെയ്യുകയാണെങ്കിലേ അതിന് അതിൻ്റേതായ വില കൊടുക്കണം കേട്ടോ. വീട്ടിലിരുന്നിട്ട് ചെയ്യണതാന്ന് പറഞ്ഞ് അങ്ങനെ ചെറുതായി കാണാൻ പാടില്ല. നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ വർക്കാണെങ്കിലും അതിന് അതിൻ്റേതായ വില തന്നെ വേണം. അപ്പോഴാണ് കേട്ടോ, വില മാത്രമല്ല അതിന് നമ്മൾ അത്ര ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോഴും കൂടിയിട്ടാണ് കേട്ടോ അത് നമ്മൾ വിചാരിക്കുന്ന ലക്ഷ്യത്തിലെത്താൻ പറ്റുക. എൻ്റേതായ ഒരു അനുഭവം കൂടിയിട്ടാണ് കേട്ടോ. ഞാനായാലും ഇതുപോലെ തുടക്ക സമയത്തൊക്കെ ഒരു ജോലിക്കും പോകാൻ പറ്റാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒന്നിനും നമ്മുടെ കയ്യിൽ എടുക്കാനായിട്ട് പൈസ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടേതായ കാര്യങ്ങൾക്ക് എപ്പോഴും ഹസ്ബൻഡിനും എല്ലാവരും ആശ്രയിക്കേണ്ടി വരുന്ന സമയമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് നമ്മുടേതായ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ നമുക്ക്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റേതായ കാര്യത്തിന് എനിക്ക് ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിക്കേണ്ടി വരാറില്ല കേട്ടോ. അതുപോലെ തന്നെ മക്കൾക്കായാലും എന്തെങ്കിലും വാങ്ങിക്കാനും അവർ പറയുന്ന കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാനും എനിക്ക് പറ്റുന്നുണ്ട് കേട്ടോ. അതിന് ഞാൻ കണ്ടെത്തിയ ഒരു വഴി തന്നെയാണ് കേട്ടോ അത്. നമ്മളെ വീട്ടിലെ ജോലികൾ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സമയത്ത് ഈ ഒരു വർക്ക് മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂടെ ഞാൻ ഒരു കേക്കിൻ്റെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തയ്ക്കലും ഒക്കെ കൂടിയായിട്ട് തന്നെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ ചെറുതായിരുന്ന സമയത്തെ എൻ്റെ അമ്മയുടെ ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അമ്മ വേറെ ജോലിക്കൊന്നും പോവാതെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം കേട്ടോ അമ്മയ്ക്ക് എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ച് തരാനായിട്ട്. അപ്പോൾ ആ ഒരു ഇത് ഉണ്ടാവരുതെന്നാണ് കേട്ടോ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പല സമയങ്ങളിലും ഒരു 10 രൂപ എടുക്കാനില്ലാതെ അമ്മ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊന്നും വാങ്ങിച്ച് തരാനും പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഇനിയും ആവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എനിക്ക് കിട്ടുന്ന കുറച്ച് സമയം പോലും വേസ്റ്റ് ചെയ്യാണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളതേ ചെയ്ത വർക്കാണ് കേട്ടോ ഇത്. ഇതുപോലൊരു വർക്ക് തുന്നിക്കഴിയുന്ന സമയത്തെ നമുക്ക് മനസ്സിലുണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, ഇത്രയ്ക്കൊക്കെ ചെയ്യാൻ പറ്റിയത് കാണുമ്പോൾ അതൊരു പ്രത്യേക ഫീല് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ പുതുതായി വല്ല കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ ഒരു വർക്കൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് തുടങ്ങാൻ പറ്റിയ ബിസിനസ് തന്നെയാണ് കേട്ടോ ഇത്. ഒട്ടും നമുക്ക് പരാജയം ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെയുള്ള വർക്കുകളൊക്കെയാണ് കേട്ടോ എല്ലാവരും ഡ്രസ്സിലായാലും ഇപ്പോൾ വരുന്നത്. നല്ല രീതിക്ക് വർക്ക് ചെയ്യാനുള്ള ഓർഡർ കിട്ടുന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. ഏതൊരു കാര്യമാണെങ്കിലും ഇനി നാളേക്കൊന്ന് വെക്കാതെ ഉടനെ തന്നെ തുടങ്ങാൻ നോക്കാം കേട്ടോ. വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും തരാൻ മറക്കല്ലേ കേട്ടോ.